ഇച്ചുപൂട്ടിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എന്നെ എല്ലാ പ്രിയ കുട്ടികൾക്കും സ്വാഗതം. ഓക്കെടാ, അപ്പൊ നമ്മളെ എക്സാം ആവാറായില്ലേ? യെസ്, നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങ് എത്തി. അപ്പം നമ്മൾ പഠിക്കുന്ന ആ ഒരു തിരക്കിലാണ്. അപ്പം അതിൻ്റെ ഇടയിൽ മിസ് വന്നിരിക്കുന്നത് എന്താണ്? യെസ്, നിങ്ങൾക്ക് എക്സാമിന് വരുമെന്ന് ഉറപ്പുള്ള, ഷുവറായിട്ടും വരുന്നുള്ള ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. യെസ്, ക്രിസ്മസ് എക്സാം സ്റ്റാൻഡേർഡ് 4 മലയാളം ഷുവർ ക്വസ്റ്റ്യൻസ്. യെസ്, അപ്പൊ നമുക്ക് ആ ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ നോക്കിയാലോ? ഒന്നൊന്നായിട്ട് നമുക്ക് പഠിച്ചു പോയാലോ? യെസ് മക്കളെ, ശ്രദ്ധിച്ചിരുന്നോളൂ. ആദ്യത്തേത് എന്താണ്? യെസ്, നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തത്സമയ വിവരണം. എന്താണ്? തത്സമയ വിവരണം. അപ്പൊ മക്കളെ, തത്സമയ വിവരണം എങ്ങനെ തയ്യാറാക്കാം? എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം അല്ലെ? നിങ്ങളുടെ സ്കൂൾ കായികമേളയിൽ നടന്ന ഓട്ട മത്സരത്തെ കുറിച്ച് ഒരു തത്സമയ വിവരണം തയ്യാറാക്കൂ. നിസാരം എന്താ ചോദിച്ചിരിക്കുന്നത്? നിങ്ങളുടെ സ്കൂളിൽ കായികമേളയിൽ നടന്ന ഓട്ട മത്സരത്തെ കുറിച്ചിട്ട് ഒരു തത്സമയ വിവരണം തയ്യാറാക്കാനാണ്. കാരണം നമ്മുടെ സ്കൂളിൽ സ്പോർട്സ് ഒക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടായിരിക്കുമല്ലടാ, ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാവൂലേ? അതിൽ ഓട്ട മത്സരത്തെ കുറിച്ചിട്ട് ഒരു തത്സമയ വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്ക് സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് എഴുതാം. എങ്ങനെയാണ്? യെസ്, മത്സരത്തിൽ പങ്കെടുക്കുന്ന 5 മത്സരാർത്ഥികൾ കളിക്കളത്തിൽ അണിനിരന്നിരിക്കുകയാണ്. റഫറിയുടെ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു. ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ എന്ന് പറയാൻ കഴിയാത്ത വിധം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. ഇപ്പോഴിതാ രണ്ടാമത്തെ ട്രാക്കിലെ അക്ഷയ് മുന്നിലെത്തിക്കഴിഞ്ഞു. അതാ വീണ്ടും അക്ഷയെ പിന്നിലാക്കി 4ാമത്തെ ട്രാക്കിൽ നിന്നും ആദിത്യൻ മുന്നിലേക്ക് കുതിക്കുന്നു. ആവേശഭരിതമായ ഈ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത വിധം എല്ലാവരും കുതിച്ചു പായുകയാണ്. ഇതാ ഇപ്പോൾ അക്ഷയെയും അർച്ചനയെയും പിന്നിലാക്കിക്കൊണ്ട് വാസുദേവ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിക്കുകയാണ്. ഇതാ വാസുദേവ് വിജയിച്ചിരിക്കുന്നു. എടാ, തത്സമയ വിവരണം എന്ന് പറഞ്ഞാൽ എന്താടാ? യെസ്, ഇപ്പൊ നിങ്ങളോട് എന്തിന്റെ ഓട്ട മത്സരത്തിന്റെ തത്സമയ വിവരണം തയ്യാറാക്കാനാ പറഞ്ഞത്. അപ്പൊ എന്താണ്, നമ്മൾ കൺമുന്നിൽ ഇവിടെ കണ്ടോണ്ടിരിക്കുകയാണ് അല്ലേ? യെസ്, നമ്മളിപ്പോ ഫുട്ബോൾ കളിക്കുമ്പോ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫുട്ബോൾ, യെസ്, ആവേശഭരിതമായ ആ ഒരു കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ പറയാ? അതാ റൊണാൾഡോ ഇപ്പൊ ഗോൾ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഇങ്ങനെ ആ ഒരു കളിയിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, തത്സമയം. അതായത് ആ ഒരു സമയം, ആ ഒരു ഗെയിം കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിക്കില്ലേ, ആ കാര്യത്തിനാണ് തത്സമയ വിവരണം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഓട്ട മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഓട്ട മത്സരത്തിനിടയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറയാം. ഓക്കെ, അതാണ് തത്സമയ വിവരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളോടിപ്പോ ഇവിടെ ഇപ്പൊ ഓട്ട മത്സരം പറഞ്ഞത് അല്ലേ? നിങ്ങളോടിപ്പോ വേറെ എന്തെങ്കിലും പറയും. അപ്പൊ എങ്ങനെയാണ് എഴുതേണ്ടത് മനസ്സിലായോ? ഈ രീതിയിൽ വേണം എഴുതാന്. ഓക്കെ ആണല്ലോ? ഒരു തത്സമയ വിവരണം എങ്ങനെ തയ്യാറാക്കാം എന്ന് ചോദിക്കുമ്പോൾ മക്കളെ ഇങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ട് കാച്ചിക്കോ. അപ്പൊ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആയിരിക്കും, എ ഗ്രേഡ് ആയിരിക്കും എന്റെ പൊന്നു മക്കൾക്ക് കിട്ടാൻ പോകുന്നത്. മക്കളെ എല്ലാവരും സെറ്റ് ആയിരുന്നോളൂ. എന്റെ മക്കള് എന്താണ്? യെസ്, എ ഗ്രേഡിന് അർഹരാണ്. എന്താണ്? എ ഗ്രേഡിന് അർഹരാണ് മക്കളെ. എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ട് തത്സമയ വിവരണം എഴുതാൻ ചോദിക്കുമ്പോൾ അത് എഴുതിക്കോളൂ. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.